പാകിസ്ഥാൻ ഇപ്പോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു നാണക്കേടിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയണം. അത് മറ്റാരും വരുത്തി വെച്ചതല്ല, സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്റെ ഒരൊറ്റ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പാകിസ്ഥാന്റെ ഏറ്റവും വലിയൊരു രഹസ്യം അത് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ചോദിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരാണ് പാകിസ്ഥാൻ ഭരിക്കുന്നത്? ഇതാണ് ആ ചോദ്യം. ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായിട്ട് ബഹുമാനിക്കുമ്പോൾ ട്രംപ് ഇതാ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ പാടെ അവഗണിച്ചിരിക്കുന്നു. പകരം പാക് ആർമി ചീഫ് ജനറൽ അസീം മുനീറിനെയാണ് ട്രംപ് രാജ്യത്തിന്റെ യഥാർത്ഥ തലവനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് അസീം മുനീറിനെ ട്രംപ് വിശേഷിപ്പിച്ചത് എന്താണ് എന്നറിയാമോ? ഫീൽഡ് മാർഷൽ അസീം മുനീർ എന്ന്. എന്താണ് ട്രംപിന്റെ ഈ ഒരു പുതിയ പോസ്റ്റിന് പിന്നിലെ കളി? ഷെഹബാസ് ഷെരീഫിന് ഇത് എത്രത്തോളം വലിയ തിരിച്ചടിയാണ്? നമുക്ക് വിശദമായിട്ട് നോക്കാം. മിഡിൽ ഈസ്റ്റിലെ പുതിയ സമാധാന കരാറായ ഏബ്രഹാം അക്കോർഡ്സിലേക്ക് കൂടുതൽ മുസ്ലിം രാജ്യങ്ങളെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഒരു നീണ്ട പോസ്റ്റ് ഇട്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച അവസാനം താൻ സംസാരിച്ച ലോക നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു പോസ്റ്റ്. അതിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായദ്, തുർക്കി പ്രസിഡന്റ് എർദോഗാൻ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൽ സീസി എന്നിവരെയെല്ലാം അവരുടെ കൃത്യമായ ഒഫീഷ്യൽ പദവികൾ ചേർത്താണ് ട്രംപ് മെൻഷൻ ചെയ്തത്. എന്നാൽ പാകിസ്ഥാന്റെ ഊഴം വന്നപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായ ഷെഹബാസ് ഷെരീഫിന്റെ പേര് ലിസ്റ്റിൽ പോലുമില്ല. പകരം ട്രംപ് എഴുതിയത് ഇങ്ങനെയാണ്: ഞാൻ പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ സയ്യിദ് അസീം മുനീർ അഹമ്മദ് ഷായോട് സംസാരിച്ചു. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഇതുവരെ ആകെ ഒരാൾക്ക് മാത്രമാണ് ഫീൽഡ് മാർഷൽ പദവി ലഭിച്ചിട്ടുള്ളത്. ഇവിടെ അസീം മുനീറിന് ട്രംപ് സ്വന്തം വകയായിട്ട് ഒരു പ്രൊമോഷൻ കൂടി അങ്ങ് എടുത്തു നൽകിയിരിക്കുകയാണ്. ഈ ഒരൊറ്റ പോസ്റ്റിലൂടെ പാകിസ്ഥാനിലെ ജനാധിപത്യ സംവിധാനം വെറും ഒരു ഡമ്മി ആണ് എന്നും അവിടുത്തെ ഭരണകൂടത്തിന് വിദേശ നയങ്ങളിൽ, അതായത് ഫോറിൻ പോളിസിയിൽ ഒരു വിലയുമില്ല എന്നും ട്രംപ് അടിവരയിട്ട് ഉറപ്പിച്ചു. ലോകത്തിന് മുന്നിൽ പാകിസ്ഥാന്റെ മുഖം ഇതോടെ വല്ലാതെ നഷ്ടപ്പെട്ടു. ടൈംസ് ഓഫ് ഇന്ത്യയും ഫസ്റ്റ് പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇതൊരു അബദ്ധത്തിൽ സംഭവിച്ച ടൈപ്പോ അല്ല. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പാകിസ്ഥാന്റെ സാമ്പത്തിക വിദേശകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അസീം മുനീറാണ്. കഴിഞ്ഞ വർഷം വൈറ്റ് ഹൌസിൽ ട്രംപുമായിട്ട് നടന്ന കോൺഫിഡൻഷ്യൽ ചർച്ചകളിൽ അസീം മുനീറിന് നേരിട്ട് ആക്സസ് ഉണ്ടായിരുന്നു. അന്ന് ട്രംപ് മുനീറിന് വെരി ഗ്രേറ്റ് ഗൈ എന്ന് പുകഴ്ത്തുകയും ചെയ്തിരുന്നു. അമേരിക്കൻ ഭരണകൂടത്തിന് നന്നായിട്ട് അറിയാം പാകിസ്ഥാനിൽ ആരോടാണ് സംസാരിക്കേണ്ടത് എന്ന്. ട്രംപ് ഈ പോസ്റ്റിലൂടെ അസീം മുനീറിനെ പുകഴ്ത്തുക മാത്രമല്ല ചെയ്തത്, പകരം പാകിസ്ഥാന്റെ തലയ്ക്ക് നേരെ ഒരു ഡിപ്ലോമാറ്റിക് ഗൺ കൂടി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇറാനുമായിട്ടുള്ള സമാധാന കരാർ നടപ്പിലാക്കണമെങ്കിൽ പാകിസ്ഥാൻ ഉടൻ തന്നെ ഇസ്രായേലിനെ അംഗീകരിച്ച് ഏബ്രഹാം അക്കോർഡ്സിൽ ഒപ്പുവെക്കണമെന്നാണ് ട്രംപിന്റെ വാശി. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ആ ഹൈ ലെവൽ കോൺഫറൻസ് കോളിൽ ട്രംപ് ഈ ഡിമാൻഡ് മുന്നോട്ട് വെച്ചപ്പോൾ അസീം മുനീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പൂർണ്ണമായും നിശബ്ദരായിപ്പോയി. ഈ ഒരു ഡിമാൻഡ് പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാക്കും. പാകിസ്ഥാന്റെ ഔദ്യോഗിക നിലപാട് പ്രകാരം പലസ്തീൻ എന്നൊരു രാജ്യം നിലവിൽ വരാതെ അവർ ഇസ്രായേലിനെ അംഗീകരിക്കില്ല. ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ഇത് പലതവണ ആവർത്തിച്ചിട്ടുള്ളതുമാണ്. ഇപ്പോൾ തന്നെ കടുത്ത പണപ്പെരുപ്പവും അതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്ന പാകിസ്ഥാനിൽ ഭരണകൂടം ഇസ്രായേലുമായിട്ട് കൈകോർക്കാൻ ശ്രമിച്ചാൽ ജയിലിൽ കിടക്കുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടി PTI ജനങ്ങളെ തെരുവിലിറക്കി ഈ ഗവൺമെന്റിനെ താഴെയിറക്കും. മതപരമായ വലിയൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് അത് പാകിസ്ഥാനെ എത്തിക്കും. എന്നാൽ മറുവശത്ത് അമേരിക്കയുടെയും സൗദിയുടെയും സാമ്പത്തിക സഹായം ഇല്ലാതെ പാകിസ്ഥാന് മുന്നോട്ട് പോകാനും കഴിയില്ല. പാകിസ്ഥാന്റെ മറ്റൊരു തലവേദന കൂടിയുണ്ട് ഇവിടെ. അവർക്ക് ഇറാനുമായിട്ട് വലിയൊരു അതിർത്തിയുണ്ട്. ഈ മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടായാൽ അത് പാകിസ്ഥാനിലേക്ക് പെട്ടെന്ന് പടരും. അതുകൊണ്ട് തന്നെ ഇറാന്റെ ശത്രുവായ ഇസ്രായേലുമായിട്ട് പാകിസ്ഥാൻ കൂട്ടുകൂടിയാൽ ഇറാൻ അതിർത്തിയിലൂടെ കടുത്ത സുരക്ഷാ ഭീഷണിയാണ് പാകിസ്ഥാൻ നേരിടേണ്ടി വരിക. ചുരുക്കത്തിൽ ട്രംപിന്റെ ഈ ഫീൽഡ് മാർഷൽ വിളി അസീം മുനീറിന് ഒരു അന്താരാഷ്ട്ര പ്രൊഫൈൽ നൽകിയെങ്കിലും രാജ്യം ഇപ്പോൾ ഒരു വലിയ കെണിയിലാണ് ചെന്നുപെട്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തങ്ങൾക്കൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഉണ്ടെന്ന് പാകിസ്ഥാൻ വാദിക്കുമ്പോഴും ട്രംപിനെ പോലൊരു വൻ ശക്തി നേതാവ് അവിടുത്തെ സൈനിക മേധാവിയെ മാത്രം കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് പാക് ജനാധിപത്യത്തിന്റെ വലിയൊരു പരാജയമായിട്ടാണ് കാണിക്കുന്നത്. ട്രംപിന്റെ ഈ ഒരു ഭീഷണിക്ക് മുന്നിൽ പാകിസ്ഥാൻ ഒടുവിൽ ഇസ്രായേലിനെ അംഗീകരിക്കുമോ? അതോ ഷെഹബാസ് ഷെരീഫ് ഗവൺമെന്റ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതും ഇതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.